JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. PSCയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 3/10/2025 വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഏജ് ലിമിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ യോഗ്യതയെ സംബന്ധിച്ച് കൃത്യമായിട്ട് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ മാത്രം അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നതെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഗസറ്റ് ഡേറ്റ് 30/8/2025, ലാസ്റ്റ് ഡേറ്റ് 3/10/2025. കാറ്റഗറി നമ്പർ 268/2025. പാർട്ട് 1 ജനറൽ കാറ്റഗറിയാണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ്, മത്സ്യഫെഡ് ആണ്. ഇവിടെ ഡെപ്യൂട്ടി മാനേജർ തസ്തികയിൽ ഒരു ഒഴിവാണുള്ളത്. സ്കെയിൽ ഓഫ് പേ 40,500, 85,000 സ്കെയിൽ ഓഫ് പേ വരുന്നത്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 40 ആണ്. അതായത് 2/1/1985 ആൻഡ് 1/1/2007. ബോത്ത് ഡേറ്റ്സ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ്. അതുപോലെ തന്നെ OBC SC/ST കാർക്ക് അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ട്. 43 വയസ്സ് വരെ OBC കാർക്കും 45 വയസ്സ് വരെ SC/ST കാർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് MCA or BTech IT, BTech Computer Science from a recognized university or its equivalent with 5 years experience in central state government service or public sector undertakings or registered private sector undertakings. അപ്പോൾ യോഗ്യത പ്രത്യേകം ശ്രദ്ധിക്കുക. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് 269/2025 കാറ്റഗറി നമ്പർ. ഡിപ്പാർട്ട്മെന്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലാണ്. അസിസ്റ്റന്റ് ആണ്. സ്കെയിൽ ഓഫ് പേ 39,300, 83,000 സ്കെയിൽ ഓഫ് പേ. നമ്പർ ഓഫ് വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്, അതായത് വേക്കൻസി നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 36 ആണ്. OBC കാർക്ക് 39 വയസ്സ് വരെയും SC/ST കാർക്ക് 41 വയസ്സ് വരെയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഡിസൈറബിൾ ഡിഗ്രി ഇൻ ലോ, ഇതാണ് ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുക. 3/10/2025 വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്തത് 270/2025 ആർക്കിയോളജി ആണ്. നെയിം ഓഫ് പോസ്റ്റ് ഡിസൈനർ ആണ്. സ്കെയിൽ ഓഫ് പേ 39,300, 83,000 ഒരു വേക്കൻസി ആണുള്ളത്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 36 ആണ്. അതുപോലെ തന്നെ അതിൻ്റെ OBC കാർക്ക് 39 വയസ്സ് വരെ, SC/ST കാർക്ക് 41 വയസ്സ് വരെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് പാസ് ഇൻ SSLC ഓർ ഇറ്റ്സ് ഇക്വലന്റ് ആണ്. പാസ് ഇൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ പെയിന്റിംഗ് ഓർ ഡ്രോയിങ് കോഴ്സ്, ഇതാണ് ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത്. 3/10/2025 വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്തത് കാറ്റഗറി നമ്പർ 271/2025 ഡിപ്പാർട്ട്മെന്റ് കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് റിപ്പോർട്ടർ ഗ്രേഡ് 2 ആണ്, മലയാളം. ഹെഡ് കോൺസ്റ്റബിൾ ജനറൽ എക്സിക്യൂട്ടീവ് ഫോഴ്സ് ആണ്. സ്കെയിൽ ഓഫ് പേ 39,300, 83,000 നമ്പർ ഓഫ് വേക്കൻസീസ് 1 ആണ്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക, 18 to 26 ആണ് ഇവിടെ ഏജ് ലിമിറ്റ്. അതായത് 2/1/1999 ആൻഡ് 1/1/2007. ബോത്ത് ഡേറ്റ്സ് ഇൻക്ലൂഡഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് വിത്ത് യൂഷ്വൽ ഏജ് റിലാക്സേഷൻ ടു ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്. അതായത് OBC കാർക്ക് SC/ST കാർക്കൊക്കെ അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. യോഗ്യത എന്ന് പറയുന്നത് മസ്റ്റ് ഹാവ് പാസ്ഡ് SSLC എക്സാമിനേഷൻ, must have passed technical examination in Malayalam shorthand lower grade conducted by the government of Madras or the government of Kerala or any other examination declared to be its equivalent. Should pass Malayalam typewriting lower. Those who are to be appointed as junior reporters in languages other than English must have those languages as their mother tongue or required proficiency equivalent or to SSLC standard in those languages. Must have the minimum physical standard prescribed for recruitment as constable. ഇത്രയും
യോഗ്യത ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ഇതിലേക്ക് യോഗ്യരായുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ അപേക്ഷ സമർപ്പിക്കുക. 3/10/2025 വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്ത കാറ്റഗറി നമ്പർ 272/2025 ഡിപ്പാർട്ട്മെന്റ് ഹെൽത്ത് സർവീസ് ആണ്. ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ സ്കെയിൽ ഓഫ് പേ 35,600 75,400 ആണ്. 3 വേക്കൻസീസ് ആണ് ഉള്ളത്. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. അതിന്റെ ഏജ് ലിമിറ്റ് 20 to 36 ആണ്. അപ്പോൾ 1989 ആൻഡ് 1/1/2005 ബോത്ത് ഡേറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ്. OBC SC ST കാർക്ക് അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ക്വാളിഫിക്കേഷൻ നോക്കാം. പാസ് ഇൻ പ്രീ ഡിഗ്രി +2 കോഴ്സ് വിത്ത് സയൻസ് സബ്ജക്ട് വിത്ത് നോട്ട് ലെസ് ദാൻ 50% മാർക്ക്. അടുത്തത് എ പാസ് ഇൻ ദ 2 years ഡിപ്ലോമ കോഴ്സ് ഇൻ ബ്ലഡ് ബാങ്ക് ടെക്നോളജി കണ്ടക്ടഡ് ബൈ ദ ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി മെഡിക്കൽ കോളേജ് ഹെൽത്ത് സർവീസ്. അപ്പോൾ ഈ യോഗ്യത ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 20 to 36 ആണ് ഏജ് ലിമിറ്റ്. 3 വേക്കൻസീസ് ആണ് നിലവിലുള്ളത്. 3/10/2025 വരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അടുത്തത് നോക്കാം. അടുത്തത് കാറ്റഗറി നമ്പർ 273/2025 ഡിപ്പാർട്ട്മെന്റ് കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്. നെയിം ഓഫ് പോസ്റ്റ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 സ്കെയിൽ ഓഫ് പേ 27,900 63,700 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് 1 ആണ്. ഏജ് ലിമിറ്റ് 18 to 36 ആണ്. OBC SC ST കാർക്ക് അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് പാസ് ഇൻ SSLC or its equivalent examination recognized by the government of Kerala. Lower grade certificate by typewriting English KGT and computer word processing or its equivalent. അതുകൂടാതെ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് മലയാളം KGT or equivalent, ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് KGT or its equivalent, ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഷോർട്ട് ഹാൻഡ് മലയാളം KGT or its equivalent. ഇത്രയും യോഗ്യതകൾ ഉണ്ടായിരിക്കണം. 3/10/2025 വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്തത് 274/2025 കാറ്റഗറി നമ്പർ. ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. നെയിം ഓഫ് പോസ്റ്റ് പ്രൊഫഷണൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ലൈബ്രറി ആണ്. സ്കെയിൽ ഓഫ് 27,800 59,400 ആണ്. നമ്പർ ഓഫ് വേക്കൻസി ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 22 to 36 ആണ്. 2/1/1989 and 1/1/2003 both dates are included are eligible to apply for this post. As usual age relaxation scheduled castes, scheduled tribes and other backward communities അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MLISC or BLISC in library science or any other equivalent qualification ആണ് ഇതിന്റെ യോഗ്യതയായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യരായിട്ട് ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്തത് കാറ്റഗറി നമ്പർ 275/2025 ആണ്. ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. നെയിം ഓഫ് പോസ്റ്റ് ട്രേഡ്സ്മാൻ ടെക്സ്റ്റൈൽ ടെക്നോളജി ആണ്. സ്കെയിൽ ഓഫ് പേ 26,500 60,700 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് 4 ആണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 36 ആണ്. 2/1/1989 ആൻഡ് 1/1/2007 ബോത്ത് ഡേറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് എ പാസ് ഇൻ ടെക്നിക്കൽ ഹൈസ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ വിത്ത് specialization in the appropriate trade or pass in school secondary school leaving certificate examination or equivalent. കൂടാതെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ദ അപ്രോപ്രിയേറ്റ് ട്രേഡ് പാസ് ഇൻ കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ഇൻ എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ ഇൻ ദ അപ്രോപ്രിയേറ്റ് ട്രേഡ് പാസ് ഇൻ ഒക്കേഷണൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ദ അപ്രോപ്രിയേറ്റ് ട്രേഡ്. ഇതാണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. ഏജ് ലിമിറ്റ് 18 to 36 ആണ്. OBC SC ST കാർക്ക് അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC കാർക്ക് 39 വയസ്സ് വരെ, SC ST കാർക്ക് 41 വയസ്സ് വരെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 3/10/2025 വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. കാറ്റഗറി നമ്പർ 276/2025 ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. നെയിം ഓഫ് പോസ്റ്റ് ട്രേഡ്സ്മാൻ സിവിൽ ആണ്. സ്കെയിൽ ഓഫ് പേ 26,500 60,700 ആണ്. 7 വേക്കൻസീസ് ആണ് ഉള്ളത്. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 36 ആണ്. 18 to 36 ആണ്. OBC കാർക്ക് 39 വയസ്സ് വരെയും SC ST കാർക്ക് 41 വയസ്സ് വരെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് എ പാസ് ഇൻ ടെക്നിക്കൽ ഹൈസ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ദ അപ്രോപ്രിയേറ്റ് ട്രേഡ് ഓർ പാസ് ഇൻ സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഓർ ഇക്വലന്റ്. ഇതാണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. 3/10/2025 വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്തത് കാറ്റഗറി നമ്പർ 277/2025
ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ട്രേഡ്സ്മാൻ സ്മിത്തി ഫോർഗിങ് ഓൺ ഹീറ്റിംഗ് ട്രീറ്റിംഗ് സ്കെയിൽ ഓഫ് പേ 26,500 60,700 ആണ്. 23 വേക്കൻസീസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ഏജ് ലിമിറ്റ് 18 to 36 ആണ്. ഒ ബി സിക്കാർക്ക് 39 വയസ്സ് വരെ, SC ST-കാർക്ക് 41 വയസ്സ് വരെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് പാസ് ഇൻ ടെക്നിക്കൽ ഹൈസ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ദ അപ്രോപ്രിയേറ്റ് ട്രേഡ് ഓർ pass in secondary school leaving certificate examination or equivalent, national trade certificate in the appropriate trade, pass in Kerala government certificate in engineering examination in the appropriate trade, pass in vocational higher secondary certificate course in the appropriate trade. ഇതാണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. 3/10/2025 വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഇതിലേക്ക് ഉടൻ തന്നെ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുക. അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്ത കാറ്റഗറി നമ്പർ 279/2025. നെയിം ഓഫ് ഫെയിം കേരള വാട്ടർ അതോറിറ്റി ആണ്. നെയിം ഓഫ് പോസ്റ്റ് മീറ്റർ റീഡർ ആണ്. സ്കെയിൽ ഓഫ് പേ 25,800 59,300 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. വേക്കൻസി നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. ഇതിന്റെ ഏജ് ലിമിറ്റ് 18 to 36 ആണ്. ഒ ബി സിക്കാർക്ക് 39 വയസ്സ് വരെയും SC ST-കാർക്ക് 41 വയസ്സ് വരെയും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഒ ബി സിക്കാർക്ക് 39ഉം SC ST-കാർക്ക് 41 വയസ്സ് വരെയും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് പാസ് ഇൻ SSLC ഓർ ഇറ്റ്സ് ഇക്വലന്റ് ആണ്. നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് awarded by the National Council for Vocational Training in the Trade of Plumber after the completion of 1 year course or its equivalent. ഇതാണ് ഇതിന്റെ യോഗ്യതയായിട്ട് പറയുന്നത്. 3/10/2025 വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്ത കാറ്റഗറി നമ്പർ 280/2025. ഡിപ്പാർട്ട്മെന്റ് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട്. നെയിം ഓഫ് പോസ്റ്റ് കാർപ്പൻറ്റർ ആണ്. സ്കെയിൽ ഓഫ് 25,100 57,900 ആണ്. നമ്പർ ഓഫ് വേക്കൻസി ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. ഒഴിവുകൾ നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. ഏജ് ലിമിറ്റ് 18 to 36 ആണ്. ഒ ബി സിക്കാർക്ക് 39 വയസ്സ് വരെയും SC ST-കാർക്ക് 41 വയസ്സ് വരെയും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അടുത്ത കാറ്റഗറി നമ്പർ 284/2025 ആണ്. ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ ആണ്. നെയിം ഓഫ് പോസ്റ്റ് ഹൈസ്കൂൾ ടീച്ചർ സാൻസ്ക്രിറ്റ് ആണ്. അതിന്റെ സ്കെയിൽ ഓഫ് 41,300 87,000 ആണ്. നമ്പർ ഓഫ് വേക്കൻസി ഡിസ്ട്രിക്ട് വൈസ് ഇടുക്കിയിൽ 1 വേക്കൻസി ആണ് ഉള്ളത്. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക, ഇവിടെ 18 to 40 ആണ് ഏജ് ലിമിറ്റ്. ഒ ബി സിക്കാർക്ക് 43 വയസ്സ് വരെ, SC ST-കാർക്ക് 45 വയസ്സ് വരെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രി ഇൻ സാൻസ്ക്രിറ്റ് ആൻഡ് BEd BT LT conferred or recognized by the universities in Kerala, or a title of Oriental learning in Sanskrit awarded or recognized by the universities in Kerala, and certificate in language teachers training issued by the Commissioner for Government Examinations Kerala, a title of oriented learning in the concerned languages awarded or recognized by the universities in Kerala shall also be accepted in lieu of degree if the title has been declared as equivalent to part 3 of the degree. ഇതാണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ 3/10/2025 വരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്ത കാറ്റഗറി നമ്പർ 288/2025 ആണ്. ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ. നെയിം ഓഫ് പോസ്റ്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ HS മലയാളം മീഡിയം ആണ്. സ്കെയിൽ ഓഫ് 35,600 75,400 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ഡിസ്ട്രിക്ട് വൈസ് ആലപ്പുഴയാണ് 2 വേക്കൻസി ആണുള്ളത്. ഇതിന്റെ ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക, 18 to 40 ആണ്. ഒ ബി സിക്കാർക്ക് 43 വയസ്സ് വരെ, SC ST-കാർക്ക് 45 വയസ്സ് വരെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് എ പാസ് ഇൻ SSLC എക്സാമിനേഷൻ കണ്ടക്ടഡ് ബൈ ദ കമ്മീഷൻ ഫോർ ഗവൺമെന്റ് എക്സാമിനേഷൻസ് കേരള ഓർ ഇറ്റ്സ് ഇക്വലന്റ്, എ പാസ് ഇൻ ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇഷ്യൂഡ് ബൈ ദ കമ്മീഷൻ ഫോർ ഗവൺമെന്റ് എക്സാമിനേഷൻസ് കേരള. ഇതാണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നോട്ടിഫിക്കേഷൻ ആണ് ഉള്ളത്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യരായ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ 3/10/2025 മുമ്പായിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.